തോന്നുന്നു 1989 അദ്ദേഹം ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ലിറിക്സ് സിനിമയിൽ വന്നത് ഫസ്റ്റ്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് എല്ലാ വർഷവും തന്നെ നല്ല രീതിയിലുള്ള അവസരങ്ങൾ കിട്ടി. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നു പാട്ട് എഴുതിക്കൊണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ പോലും അത് പ്രകടമായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ പാട്ടിന് പിന്നിലുള്ള സ്റ്റോറി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തോട്ട് വന്നതെന്നൊക്കെ. അപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടതാണ്, ഇതുപോലെ പണ്ട് ഫസ്റ്റ് ലിറിക്സ് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് വീട്ടിൽ ഭയങ്കര ഫിനാൻഷ്യലായിട്ടുള്ള ക്രൈസിസ് വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചിരുന്നു, എനിക്ക് ഒരു പരിപ്പ് വട വാങ്ങി തരുവാണെങ്കിൽ ഞാൻ പാട്ടെഴുതാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പരിപ്പ് വടയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സോങ് എഴുതിയത്. പക്ഷേ ആ സോങ് റിലീസായപ്പം അതിൻ്റെ ഔട്ടെന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. നമുക്ക് വിലമതിക്കാനാവാത്ത ഒരു സോങ്, മലയാളികളെ എല്ലാവരും നെഞ്ചിലേറ്റിയ സോങ്സ്. പിന്നെ ഞാൻ കേട്ടിരിക്കുന്നത് ദേവാസുരം സിനിമയിലെ ഒരു സോങ്ങില്ലേ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഒരു എൻട്രി ഉള്ളൊരു ഇത്, വന്ദേ മുകുന്ദ ഹരേ, അത് എഴുതിയത് ഗിരീഷ് ചേട്ടനാണ്. അദ്ദേഹത്തിന് ഒരു ഡ്രീം പോലെ, അതായത് ഒരു എന്താ പറയുന്നത്, എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല, എന്നാലും അതിലെന്തോ ആ ഒരു ബേസ് അല്ലെ ആ രാഗത്തിൽ അങ്ങനെ അധികം പാട്ടുകളില്ല. അതൊരു കർണാട്ടിക്കാണത്. അപ്പം ആ ഒരു രാഗത്തിൽ മ്യൂസിക് എഴുതാൻ അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ അതിനു വേണ്ടി എഴുതിയ ഒരു ലിറിക്സാണ് വന്ദേ മുകുന്ദ ഹരേ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഭയങ്കര എന്താ പറയുന്നത്, ഒത്തിരി ഐഡിയാസും ഒത്തിരി ഡ്രീംസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ലെജൻഡായിരുന്നു അദ്ദേഹം. നിർഭാഗ്യവശാൽ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു. എനിക്കിപ്പോൾ കമ്പയർ ചെയ്യാൻ തോന്നുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പപ്പേട്ടനെയാണ്. അദ്ദേഹവും ഇതുപോലെ തന്നെ തൻ്റെ 45-48 വയസ്സിനുള്ളിൽ ഈ ഭൂമിയിൽ നിന്നും വിട്ടകന്ന ഒരു ഗന്ധർവനാണ്. രണ്ടുപേരെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ അവർ നമുക്ക് ഒരുപാട് നല്ല നല്ല മെമ്മറീസും നല്ല പാട്ടുകളും നല്ല സിനിമകളും ഒക്കെ തന്ന രണ്ട് വ്യക്തികളാണ്. മലയാളികളുടെ ഒരു ദിവസം തുടങ്ങുന്നതും ഒരു ദിവസം തീരുന്നതും അവരുടെ പാട്ടുകളും സിനിമകളും ഒക്കെ കൊണ്ടാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ തോന്നിയാൽ ഗിരീഷ് ചേട്ടൻ്റെ പാട്ടുകളല്ലാതെ വേറെ എന്താണ് നമ്മൾ കേൾക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ മരണ ദിവസത്തിൽ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരു പിടി പ്രാർത്ഥന.